നമസ്കാരം. അപ്പോൾ അതാ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന പ്രിൻറ്റുകളാണ് കേട്ടത്. ഇതിൻ്റെ രണ്ട് കളറിൽ മാത്രമാണ് ഇനി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. ഒന്ന് ഒരു കോഫി ബ്രൗൺ ഷെയ്ഡിലാണ് കേട്ടോ. കോഫി ബ്രൗൺ ഷെയ്ഡിലാണ് വരുന്നത്. ഏകദേശം ആ ഒരു ഇതിൽ തന്നെയുള്ള നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് അടുത്ത പാറ്റേൺ വന്നിട്ടുള്ളത്. ആ ഒരു പ്രിൻറ്റും ഈ ഒരു പ്രിൻറ്റും തമ്മിലൊരു ചെറിയ വ്യത്യാസം ഉള്ളൂ. പക്ഷേ ഈ സെയിം പാറ്റേണിൽ തന്നെ പ്രിൻറ്റ് കൊണ്ടുവരണമെന്ന് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല നല്ല പേസ്റ്റൽ കളറിലുമാണ് വന്നിട്ടുള്ളത് കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള ഡിസൈനാണ്. അതുപോലെ തന്നെ കോഡ് സെറ്റിന് പറ്റിയ ഡിസൈനാണ്. പിന്നെ ലോങ് കുർത്തിക്കും അതുപോലെ അംബ്രല്ല, അത് പിന്നെ നമുക്ക് ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള കുർത്തി, ഇപ്പോൾ കുർത്തി മാത്രമായിട്ട് വൈറ്റ് പാൻറ്റ് സിഗരറ്റ് പാൻറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ. ഇത് റിംസിം എന്ന് പറഞ്ഞൊരു മെറ്റീരിയലാണ്. പിന്നെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ റേറ്റ് മെൻഷൻ ചെയ്യണമെന്ന്. അപ്പോൾ ഇത് റീറ്റെയിലായിട്ട് നമ്മൾ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. റീറ്റെയിലുകാർ എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കുറച്ച് ഹോൾസെയിലായിരുന്നു കംപ്ലീറ്റ് വന്നത്. ഹോൾസെയിൽ ആയതുകൊണ്ട് 10ഉം 20ഉം അങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് റീറ്റെയിലുകാർക്കും നമ്മൾ കൊടുക്കും. പിന്നെ ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത് 34 ആണ്. 34 ചിലത് 34.5 ഉണ്ടാവും, ചിലത് 35 ഉണ്ടാവും കേട്ടോ. അങ്ങനെയൊക്കെയാണ്. ചിലത് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം നല്ലൊരു ബാട്ടിക് പ്രിൻറ്റിൽ വരണാട്ടോ. ഈ 2 ഷെയ്ഡിൽ മാത്രമേ ഉള്ളൂ. ഇത് ഈ 2 ഷെയ്ഡിൽ മാത്രമായിട്ടോ വരണുള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പ് ചെയ്യുക കേട്ടോ. ഇതൊക്കെ നല്ലൊരു പ്രിൻറ്റിലാണ് വന്നിട്ടുള്ളത്. നമുക്ക് ലോങ് കുർത്തിക്കൊക്കെ പറ്റിയതാണ്. അതുപോലെ തന്നെ ക്രോപ്പ് ടോപ്പിന് പറ്റിയതാണ് കേട്ടോ. ക്രോപ്പ് ടോപ്പ് വീനക്കൊക്കെ കൊടുത്ത് ക്രോപ്പ് ടോപ്പ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ജീൻസിനൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ഒന്ന് ഇട്ട് നടക്കാൻ പറ്റുന്ന നല്ല പ്യുവർ കോട്ടണിൽ വരുന്ന മെറ്റീരിയലുകളാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇതിലൊരു 4 ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇന്ന് വൈകിട്ട് ഞാൻ ഒരിക്കലും വീഡിയോ ഇടാറില്ല. എൻ്റെ കസ്റ്റമേഴ്സ് ഇന്ന് തന്നെ വീഡിയോ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇന്നിപ്പോൾ ഇട്ടതാണ് കേട്ടോ. അതിനിടയ്ക്ക് കറണ്ട് പോയി. അപ്പോൾ ഒരു ചെറിയ ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട്. എങ്കിലും ഈ ഒരു കളറിൽ തന്നെയാണ് കേട്ടോ. അതിൽ കളർ വ്യത്യാസങ്ങളൊന്നും ഇല്ലയെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും ഇതൊക്കെ നല്ല നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. ഓരോ പ്രിൻറ്റും ഒന്നിനൊന്നും മെച്ചെന്ന് തന്നെ പറയാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുക കേട്ടോ. ഇതൊക്കെ നല്ല ക്യൂട്ടായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻറ്റുകളിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാം ഒന്നിനൊന്നും മെച്ചമാണ് കേട്ടോ. അപ്പോൾ ഇതും അതുപോലെ തന്നെ കോഡ് സെറ്റിന് നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ നമുക്ക് പിന്നെ നമ്മുടെ കൊറിയർ സർവീസിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് 24, 25 അല്ലെങ്കിൽ 30 പീസ് എടുത്തു കഴിഞ്ഞാൽ പോസ്റ്റൽ സർവീസ് പോസ്റ്റ്മാൻ കൊണ്ടുവന്ന് കൊടുക്കുന്നില്ല എന്നുള്ളൊരു ഇതുണ്ട് കേട്ടോ. ശരിയാണ്. അവർ ഒരു 3 കിലോ അല്ലെങ്കിൽ 4 കിലോ 4 കിലോ വരെയാണ് അവർ കൊണ്ടുവന്ന് വീട്ടിലെത്തിച്ച് തരുള്ളൂ. ബാക്കി നമ്മൾ എന്തായാലും പോയി വാങ്ങണം കേട്ടോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് പിന്നെ 10 പീസ് വീതം, ഇപ്പോൾ 10 പീസ് വീതം എടുക്കുന്നവരുണ്ട്. പിന്നെ ഓരോ പീസിൻ്റെയും ഓരോ മീറ്ററിൻ്റെ റേറ്റ് ചോദിക്കുന്നവരുണ്ട് കേട്ടോ. ഓരോ മീറ്ററിൻ്റെ റേറ്റ് അല്ല നമ്മളിവിടെ പറയുന്നത്, ഹോൾസെയിൽ റേറ്റാണ് പറയുന്നത്. ഞാൻ റേറ്റ് പറയാറില്ല എന്നുള്ള പരാതി ഉണ്ട്. നിങ്ങളെന്താ റേറ്റ് കമൻറ്റ് ഞാൻ വായിക്കാറുണ്ട്. അപ്പോൾ റേറ്റ് പറയാത്തത് കുറച്ച് ഒരുപാട് പേര് സ്റ്റിച്ചിങ് യൂണിറ്റിലേക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ഈ മെറ്റീരിയൽസ് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആ ഫോൺ നമ്പർ എടുത്ത് ഒന്ന് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് റേറ്റ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. കറക്റ്റ് റേറ്റ്. ഇനിയിപ്പോൾ റീറ്റെയിലാണെങ്കിൽ റീറ്റെയിൽ പ്രൈസ്. ഇനിയിപ്പോൾ 2 എണ്ണം എടുക്കുവാണെങ്കിൽ 2 എണ്ണം നിങ്ങൾക്ക് എടുക്കാം. 3 എണ്ണം മതിയോ? അത് 3 എണ്ണം എടുക്കാം കേട്ടോ. എല്ലാവരും വിളിച്ചിട്ട് ചോദിക്കും 10 എണ്ണം തന്നെ എടുക്കണമെന്ന്. 10 എണ്ണം ഒന്നും എടുക്കണ്ട. 2, 3, 4 എങ്ങനെയാണോ നിങ്ങൾക്ക് സൗകര്യം അതുപോലെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ. പിന്നെ കൂടുതലും എനിക്ക് താല്പര്യം റീറ്റെയിലാണ്. റീറ്റെയിൽ കൊടുക്കുന്നില്ല എന്നുള്ള പരാതി വന്നിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ മൊത്തം അങ്ങ് സോൾഡ് ഔട്ട് ആയിപ്പോയി. അതാണ് പറ്റിപ്പോയത്. അപ്പോൾ അങ്ങനെ വന്നതുകൊണ്ടാണ് പകുതി പേർക്കൊന്നും കിട്ടാതെ പോയത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമുക്ക് കുറച്ച് റേഞ്ച് കുറഞ്ഞ മെറ്റീരിയലാണ് കേട്ടോ. ഇതെല്ലാം കുറച്ച് റേറ്റ് കുറഞ്ഞ മെറ്റീരിയലുകളാണ്. അപ്പോൾ നമുക്ക് ഞാൻ പറയാറുണ്ടല്ലോ, ഇത് DCMൻ്റെ മെറ്റീരിയലാണ് കേട്ടോ. ഈ റെഡ് ഇതാണ് അജ്രക്കിൽ വരുന്ന അജ്രക് പ്രിൻ്റാണ് കേട്ടോ. നല്ലൊരു ഇക്കത്ത് പ്രിൻ്റ് വിത്ത് അജ്രക്കും കൂടി കൂടിയതാണെന്ന് നമുക്ക് തോന്നും. നല്ലൊരു പ്രിൻ്റാണത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒരു സിക്സാക്ക്. ഇത് നല്ലതായിട്ട് മൂവ് ചെയ്തൊരു പ്രിൻ്റായിരുന്നു കേട്ടോ. സിക്സാക്ക് ഡിസൈന് എല്ലാവർക്കും ഇഷ്ടമാണ്. അത് കോഡ് സെറ്റൊക്കെ അടിക്കാനും കുർത്തി അടിക്കാനൊക്കെ ഒത്തിരി പോയൊരു പ്രിൻ്റാണ് കേട്ടോ.
പിന്നെ പ്രീ ബുക്കിംഗ് ചെയ്ത് കൊണ്ടുവന്ന കുറച്ച് പ്രിൻ്റുകൾ ഉണ്ട്. ആ പ്രിൻ്റുകളാണ് നമ്മൾ പിന്നെ നേരത്തെ കാണിച്ചത്. പ്രീ ബുക്കിംഗുകാർ ഒരുപാടുണ്ട് കേട്ടോ. അവർക്കൊക്കെ നമ്മൾ ഇപ്പോൾ കൊടുത്ത് തീർത്തിട്ടുണ്ട്. ബാലൻസ് ഉള്ള പ്രിൻ്റുകളാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കാണിച്ചിട്ടുള്ള ഏതെല്ലാം പ്രിൻ്റുകളുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം കേട്ടോ. ഞാൻ കൊടുക്കേണ്ടവർക്കെല്ലാം കൊടുത്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി DCMൻ്റെ അജ്രക്കിൽ വരുന്നത് ഞാനിതിൽ വളരെ കുറച്ചാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ എന്തായാലും അടുത്ത ദിവസം 2 ദിവസം കഴിഞ്ഞാണ് നമ്മൾ DCM ഇറക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ DCM എന്തായാലും വരും. ഒരു 3 ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോയിലായിരിക്കും DCM ഉണ്ടാവുക. ഇപ്പം നമ്മൾ കൂടുതലും ഈ ഒരു പാറ്റേണിൽ വന്നിട്ടുള്ള കോഡ് സെറ്റിനെ പറ്റിയതാണ് കേട്ടോ. മാക്സിക്കല്ല, കൂടുതലും കോഡ് സെറ്റിനാണ് നമ്മുടെ പ്രിൻ്റുകളെല്ലാം പോയത്. അതുകൊണ്ടാണ് അങ്ങനെ കേട്ടോ. പിന്നെ ഇനി വീണ്ടും ഞാൻ പറയുവാണ്, നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് 3 മീറ്ററാണ് ഓരോ ബിറ്റും. പിന്നെ ഇതെല്ലാം 3.20-ൻ്റെയാണ് കേട്ടോ. അപ്പോൾ 3 മീറ്ററിൻ്റെ റേറ്റാണ് നമ്മൾ ഹോൾസെയിലായാലും റീറ്റെയിലായാലും നിങ്ങളോട് പറയുക. നിങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളോട് പറയുന്നത് ഓരോ മീറ്ററിൻ്റെ റേറ്റ് അല്ല, 3 മീറ്ററിൻ്റെ റേറ്റാണ് കേട്ടോ. 3 മീറ്ററിൻ്റെ റേറ്റ്, അതായത് 3 മീറ്ററിൻ്റെ കട്ടും 3.20 അതിൻ്റെ കട്ടുമാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ 2.90 കിട്ടാറുണ്ട്. അപ്പോൾ 2.90 ഉണ്ട് കേട്ടോ. 2.90, 3.20 അങ്ങനെ 3 രീതിയിലാണ് നമ്മൾ അതിൻ്റെ കട്ടാണ് നമ്മളീ കൊണ്ടുവരുന്നത്. മാക്സി ബിറ്റായിട്ടും അതിന് നമ്മൾ ഇപ്പോൾ ഇത് കുർത്തിക്ക് പറ്റുന്ന ഡിസൈനിലുള്ളത് കൊണ്ടുവന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക, അയയ്ക്കുക. പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ DCMൻ്റെ നമ്മുടെ ഒരു 3 ക്വാളിറ്റിയിലുള്ളത് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം കേട്ടോ. അപ്പോൾ DCMൻ്റെ അതിപ്പോൾ നമുക്ക് ബാലൻസ് ഇല്ല, അല്ലെങ്കിൽ ഞാൻ ആ ഒരു പ്രിൻ്റ് കാണിച്ച് തരുമായിരുന്നു. അത് ഞാൻ ലാസ്റ്റ് ഇടാൻ പറ്റുവാണെങ്കിൽ ഞാൻ ലാസ്റ്റ് ഒന്ന് ഇടാം കേട്ടോ. അപ്പോൾ ആ ഒരു പ്രിൻ്റ് ഇത്തിരി കനം കുറവാണോ എന്നൊരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ DCMൻ്റെ വാങ്ങിയിട്ടുള്ളവർ അത് സ്വന്തമായിട്ട് ഉപയോഗിച്ചവരോ വാഷ് ചെയ്ത് ഉപയോഗിച്ചവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. എങ്ങനെയാണ് അതിൻ്റെ, പലർക്കും പല അഭിപ്രായമായിരിക്കുമല്ലോ. ഇപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ ചില മെറ്റീരിയൽസ് ഇഷ്ടമല്ല, അതിലെന്ത് പെട്ടെന്നൊരു ഇതുണ്ടാവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തൊക്കെ കൊടുക്കണമല്ലേ, തീരെ കനം കുറവായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവുമല്ലോ. കുറച്ച് മിക്കവർക്കും, അതായത് ഒരു 90% പേർക്കും ലൈനിങ് ഒന്നും ഇടാതെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് അങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെറ്റീരിയൽസ് എല്ലാവരും വാങ്ങണത്. അപ്പോൾ ഇതിനൊന്നും ലൈനിങ്ങിൻ്റെ ഒരു ആവശ്യം തന്നെ വരണില്ല, മിക്ക മെറ്റീരിയൽസിനും വരണില്ല. പിന്നെ നമ്മൾ അതിൻ്റെ GSM കുറഞ്ഞ മെറ്റീരിയൽ, തീരെ കുറവുള്ളതൊക്കെയാണ് വീണ്ടും ചിലവർ ലൈനിങ് ഇട്ട് തയ്ക്കുന്നത്. അപ്പോൾ ലൈനിങ്ങിൻ്റെ ആവശ്യം വരാറില്ല. പിന്നെ ലൈനിങ് ഇട്ട് തയ്ച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു പെർഫെക്ഷനോട് കൂടി നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. പിന്നെ ചിലവർക്ക് ലൈനിങ് ഇട്ട് തയ്ക്കുന്നത് അത്ര താല്പര്യമില്ല. അപ്പോൾ ലൈനിങ് ഇടാതെയും തയ്ക്കാം, ലൈനിങ് ഇട്ടും തയ്ക്കാം. ലൈനിങ് ഇട്ട് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ലാസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് കേട്ടോ, അടിപൊളി പ്രിൻ്റാണ്. ഇതിൻ്റെ തന്നെ വേറൊരു പാറ്റേൺ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതും ഇതുപോലെ നമ്മൾ വീഡിയോ ഇട്ടു അപ്ലോഡ് ചെയ്തു, 2 മണിക്കൂറിനുള്ളിൽ അത് സ്റ്റോക്ക് തീരുവാണ് ചെയ്തത്. അപ്പോൾ ഇത്തവണ റീറ്റെയിലുകാരെ കുറച്ച് ഞാനൊന്ന് പരിഗണിക്കും. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹോൾസെയിലുകാർക്ക് കുറേയൊക്കെ അങ്ങ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ കാണുന്ന എല്ലാ പ്രിൻ്റുകളും നമ്മുടെ റീറ്റെയിലുകാർക്ക് കൂടി ഉള്ളതാണ്. അപ്പോൾ റീറ്റെയിലായിട്ട് ഈ വാങ്ങിക്കുന്നവർ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തുണിയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു, എല്ലാം പ്യുവർ കോട്ടനാണ്. പിന്നെ കുറച്ച് ഐറ്റംസ് ഞാനതിൽ കാണിച്ചിട്ടുണ്ട്. ഇതെല്ലാം റിംസിമിൻ്റെ അടിപൊളി മെറ്റീരിയലാട്ടോ. ഇതിത്തിരി നല്ല ക്വാളിറ്റി കൂടിയതാണ്, പ്രീമിയം ക്വാളിറ്റിയാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള റേറ്റും അതിന് മാറിക്കൊണ്ടിരിക്കും. പിന്നെ റേറ്റിൻ്റെ കാര്യം പറയുന്നില്ല എന്നുള്ള പരാതിയുണ്ട് കേട്ടോ. റേറ്റ് പറയാത്തത് നമ്മുടെ സ്റ്റിച്ചിങ് യൂണിറ്റിലേക്കാണ് കൂടുതലും ഇത് പോണത്. 10, 40, 50 പീസ് വീതമാണ് ഓരോരുത്തർ എടുക്കുന്നത്. പിന്നെ ഞാൻ വിളിക്കുന്നവരോട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, 50 പീസൊക്കെ ആണെങ്കിൽ അവരവർ ഷോപ്പുകളിൽ പോയി എടുക്കുന്നതായിരിക്കും നല്ലത്. ഓൺലൈനിൽ എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കി കണ്ടെടുക്കാമല്ലോ, നമ്മൾ ഷോപ്പിൽ പോയി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. ഒരു 10, 20 അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഇങ്ങനെ നമുക്ക് ഓൺലൈനായിട്ട് എടുക്കാം. പിന്നെ കൊറിയർ ചാർജ് ഉണ്ട്. പിന്നെ നമ്മൾ വേറെ ഏതെങ്കിലും മാർഗ്ഗങ്ങൾ, പാഴ്സൽ സർവീസൊക്കെ നമ്മൾ ഈ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് ഒരു റേറ്റ് കുറച്ച് നമുക്ക് നിങ്ങളുടെ കയ്യിൽ എത്തുന്നതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.